PV അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് വന്യജീവി വിഷയത്തിലും വനവാസികൾക്ക് വേണ്ടിയും അൻവറിൻ്റെ ഇടപെടൽ കണ്ടിട്ടില്ല. UDF-ലേക്ക് വരാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികം. ബാക്കി മുന്നണി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMC-യിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDF-ൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDF-ഉം അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. അപ്പോ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരും. ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഞാൻ 1-ാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കെതിരെ കേസ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ 1-ാം സർക്കാരാണെങ്കിലും 2-ാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല. മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം, കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ച് ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല, നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത്, ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. അന്നും നമ്മൾ PV അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല. വസ്തു അത് കഴിഞ്ഞ് 2019 വന്നപ്പോൾ 2019 ഈ നിലമ്പൂര് പോത്തുകല്ല് പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, വഴിക്കടവ് പഞ്ചായത്ത്, 3 പഞ്ചായത്തുകളിലെ 300 ചില്ലാനം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഭാവിയിൽ തനിക്ക് ഒരു പ്രതിയോഗി ആകും, ഒരു വെല്ലുവിളിയാകും എന്നതുകൊണ്ടാണോ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ കൃത്യസമയത്ത് അൻവറിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്? അത് തന്നെയാണ് അനിൽ നമ്പ്യാർ. കാരണം നമുക്കറിയാം, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരുന്നു കഴിഞ്ഞ തവണ PV അൻവറിനെതിരെ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സീറ്റ് സ്വാഭാവികമായും ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് മോഹിച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ PV അൻവർ UDF-ലേക്ക് വരികയാണെങ്കിൽ ആ സീറ്റ് തനിക്ക് നഷ്ടമാകും എന്നൊരു ആശങ്ക സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ട്. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരെ മത്സരിച്ചാണ് PV അൻവർ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവിടെ വിജയിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ UDF-ന്റെ ഒരു പ്രവർത്തനം ഉള്ളത്. കാരണം ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ മുൻപ് ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റാണ്. അതാണ് PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള LDF അന്ന് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ കച്ചമുറുക്കി കൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം UDF-നുണ്ട്. പക്ഷേ നിലവിൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്വാഭാവികമായും ആ സീറ്റ് മോഹിച്ചിട്ടുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദിന് ശേഷം പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനാണ് ആ സീറ്റ് നൽകിയിരുന്നത്. മുൻ DCC പ്രസിഡന്റ് ഇവിടെ മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആര്യാടൻ ഷൗക്കത്താണ് ഇവിടെ UDF-ന്റെ പ്രതിനിധിയായി മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അൻവറിന്റെ നീക്കം ഏറ്റവും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് ആ ഒരു സീറ്റ് മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു പരാമർശം. കാരണം സ്വാഭാവികമായും UDF-ലേക്ക് ആരെങ്കിലും വരുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ ആരെങ്കിലും വരുമ്പോൾ തീർച്ചയായും അത് സ്വാഗതം ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നത് PV അൻവറിന്റെ വരവ് ഇപ്പോൾ ഈ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം മുൻപും നിലമ്പൂർ മേഖലയിൽ കരുളായിയിലും അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ മറ്റ് പഞ്ചായത്തുകളിലും എല്ലാം തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും തന്നെ PV അൻവറിന്റെ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളൊന്നും തന്നെ കണ്ടിട്ടില്ല. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തും പിന്നീട് 2-ാം പിണറായി സർക്കാരിന്റെ കാലത്തും അത്തരത്തിലുള്ള ഇടപെടലൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് PV അൻവർ UDF-ലേക്ക് വരുന്നതിൽ വലിയൊരു അതൃപ്തി ഉണ്ട് എന്നത് വളരെ വ്യക്തം തന്നെയാണ്. മാത്രമല്ല, ഇവിടെ വന്യജീവി സങ്കേതം തുടങ്ങാൻ നിൽക്കുന്ന സമയത്തൊന്നും തന്നെ PV അൻവർ ഒരു പ്രതിഷേധവും ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളത് ഒരു കപട നീക്കമാണ്, അല്ലെങ്കിൽ കപട വന്യജീവി സ്നേഹം ആണ് എന്നാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ PV അൻവറിന്റെ ഈ ഒരു പ്രവേശനം ഒരു കാപട്യം ആണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്, പറയാതെ പറയുന്നത് അനിൽ നമ്പ്യാർ.
പി വി അൻവർ MLA ക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത്, ശിവദാസ് കർമ്മനമാണ് വിവരങ്ങൾ നൽകിയത്.